വളരെ സമർത്ഥമായിട്ട് വർഷങ്ങളായി കേരളത്തിലെ അമൂല്യവും വിലമതിക്കാനാവാത്തതുമായ മുതൽ ഒരുപറ്റം സ്വകാര്യ വ്യക്തികൾക്ക് കൊള്ള ചെയ്യാൻ എങ്ങനെയാണ് കേരളം കൂട്ടുനിന്നത്, അതിന്റെ വളരെ കൃത്യമായ ദൃഷ്ടാന്തമാണ് ഇവിടെ ഇപ്പോൾ റിവീൽ ചെയ്യപ്പെട്ടിരിക്കുന്നത്. നോക്കൂ, കേരളത്തിന്റെ കടബാധ്യതകളും കേരളത്തിലെ യുവതലമുറയ്ക്കുള്ള സകലമാന പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള അത്രയും അമൂല്യമാണ് കേരളത്തിന്റെ തീരദേശത്തുള്ള കരിമണൽ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അത്തരം സമ്പത്ത് സ്വകാര്യ വ്യക്തികൾ കൊള്ള ചെയ്യരുത് എന്ന കാഴ്ചപ്പാടോടു കൂടിയാണ് കേന്ദ്ര സർക്കാർ ഇത് പൊതുമേഖലയിൽ മാത്രമേ ഈ ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പാടുള്ളൂ, ഇത് ചൂഷണം ചെയ്യാൻ പാടുള്ള നിയമം പാസ്സാക്കി. ആ നിയമമാണ് കേരളത്തിൽ ലംഘിക്കപ്പെട്ടത്. ആ നിയമം ലംഘിക്കപ്പെടുമ്പോൾ അതിനെല്ലാവരെയും വേണ്ടതുപോലെ കാണാൻ കെൽപ്പുള്ള ആളാണ് കരിമണൽ ഖനനത്തിന്റെ ആളുകൾ എന്ന് നമുക്കറിയാം. ഇവിടെ ഇപ്പൊ രണ്ടുപേരും ബൽദേവ് ആയാലും സേനാപതി വേണുവായാലും പരസ്പരം ചോദിക്കുമ്പോൾ പരസ്പരം മറച്ചു വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? ഈ സമ്പത്ത് കൊള്ള ചെയ്യുന്നതിൽ കേരളത്തിലെ ഭരണ പ്രതിപക്ഷ കക്ഷികൾക്ക് കൃത്യമായി മാസപ്പടി അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് തെളിവുകൾ അവരെ വിശേഷിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഇത്തരമൊരു കാര്യം പുറത്താകുന്നത് എപ്പോഴാണ്? ഈ കമ്പനിയുടെ വരുമാനവുമായി ബന്ധപ്പെട്ട അവരുടെ ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കുമ്പോൾ അവരുടെ ഇൻകം ടാക്സ് റിപ്പോർട്ടിൽ അവർക്ക് ഇളവ് കിട്ടുന്നതിന് വേണ്ടി വഴിവിട്ട ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചതായി ശ്രദ്ധയിൽപ്പെടുന്നു. അപ്പോഴും ആർക്കും വലിയ വിരോധമൊന്നുമില്ല, കാരണം ആ സമയത്തൊന്നും കേരളത്തിലെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ രംഗത്ത് വന്നിട്ടില്ല. പക്ഷേ അർദ്ധ ജുഡീഷ്യൽ പദവിയുള്ള ഇൻകം ടാക്സ് ഇന്റീരിയംസ് ഡിപ്പാർട്ട്മെന്റിന്റെ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു ഉത്തരവ്, കോടതിയിൽ പോലും ചോദ്യം ചെയ്യാൻ പരിമിതിയുള്ള ഒരു ഉത്തരവ് വന്നപ്പോഴാണ് കേരളം ഒരു അത്ഭുതം കണ്ട് ഞെട്ടിത്തെറിക്കുന്നത്. അതിൽ PV ഉണ്ട്, KK ഉണ്ട്, RC ഉണ്ട്, OC ഉണ്ട്. ഇതൊക്കെ ആര് എന്നുള്ളതും വളരെ കൃത്യമായിട്ട് അവരുടെ റിപ്പോർട്ട് അവർ ചൂണ്ടിക്കാണിച്ചു. അപ്പോഴാണ് അന്വേഷണം. ഇവർ ഇത്തരത്തിൽ കൊള്ള ചെയ്ത മുതലിന്റെ പങ്ക് ആരൊക്കെ പറ്റിയിട്ടുണ്ട്, ആരുടെയൊക്കെ സഹകരണങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്, ആർക്കൊക്കെ ഇതിന്റെ ഗുണം കിട്ടിയിട്ടുണ്ട്. ഒരു കാര്യം ഇത് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം കണ്ടെത്തണം. ഇതിൽ ലാഭം രാഷ്ട്രീയ നേതാക്കന്മാർക്കുണ്ട്, ഭരണകൂടത്തിൽ പങ്കാളികളായിട്ടുള്ളവരുണ്ട്. നഷ്ടം കേരളത്തിലെ പൊതുസമൂഹത്തിനാണ്. കേരളത്തിലെ പൊതുസമ്പത്താണ് കൊള്ള ചെയ്തിരിക്കുന്നത്. ആ പൊതുസമ്പത്ത് കൊള്ള ചെയ്യുന്നതിന് വേണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രിയും കുടുംബവും, പണ്ടൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നു കൊള്ള മുതൽ കവരുന്നതെങ്കിൽ അതിന് കൃത്യമായിട്ട് ചില കണക്കുകൂട്ടലുമായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി എത്തി. അദ്ദേഹവും മകളുമായിട്ട് ഒരു ഇല്ലാത്ത കമ്പനി, അല്ലെങ്കിൽ ഒരു പ്രവർത്തനമില്ലാത്ത ഒരു കമ്പനി, അത് തട്ടിക്കൂട്ടി AKG സെന്ററിന്റെ പേരിൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യുന്നു. ആ കമ്പനിയുടെ പേരാണ് എക്സാലോജി കമ്പനി. അടിമുടി ദുരൂഹതയാണ് ഈ കമ്പനിയുടെ പ്രവർത്തനത്തിനുള്ളത്.